ഇപ്പോഴത്തെ ഒരു സാഹചര്യം എടുത്ത് നോക്കുവാണെങ്കിൽ റീസെന്റ് ആയിട്ട് നടന്ന ദീപകിന്റെ ആത്മഹത്യയിൽ നമുക്ക് കാണാൻ പറ്റും. പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഒരു മെൻസ് കമ്മീഷൻ വേണ്ട എന്നുള്ളതാണ്. കുറ്റം ചെയ്യുന്ന ആരായാലും ശിക്ഷിക്കപ്പെടണം. സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ മെന്നെതിരെ വരികയാണ്. അപ്പൊ അവരെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ വരികയാണ്. വേണം, പക്ഷെ ഓവർ ആവരുത്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ തന്നെ ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പം ആണുങ്ങളൊക്കെ ഭയങ്കര മാന്യന്മാരാണെന്നുള്ള ഒരു രീതിക്കാണല്ലോ. അപ്പം എന്തായാലും ഓവറാണ്. ഇന്നത്തെ കാലത്ത് പുരുഷന്മാരുടെ നീതിയും അവകാശങ്ങളും സംരക്ഷിക്കാൻ ഒരു മെൻസ് കമ്മീഷൻ ആവശ്യമുണ്ടോ? ലിസ കോളേജ് വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങളിലേക്ക്. ഇപ്പൊ സ്ത്രീകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മൾ പല സ്ത്രീകളും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പം നിലവിൽ ഉള്ളത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പുരുഷന് ഒരു മെൻസ് കമ്മീഷന്റെ പ്രാധാന്യം എന്താണ്? ഇപ്പോഴത്തെ ഒരു സാഹചര്യം എടുത്ത് നോക്കുവാണെങ്കിൽ റീസെന്റ് ആയിട്ട് നടന്ന ദീപകിന്റെ ആത്മഹത്യയിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു മെൻസ് കമ്മീഷൻ വരുവാണെങ്കിൽ ഇത്തരത്തില് ഒരു കുറ്റവും ചെയ്യാതെ തന്നെ പല ശിക്ഷകൾക്കും വിധേയമാകുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ കുറ്റവാളികളായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ആണുങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു മെൻസ് കമ്മീഷൻ നിയമങ്ങൾ ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ള ഒരു ബേസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ട് ഗ്രൂപ്പിനും, കാരണം ആണുങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉൾപ്പെടുന്ന ഒരു പോപ്പുലേഷനാണ്. അപ്പം സ്ത്രീകളെ പോലെ തന്നെ അവർക്കും അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും അവർക്കും സമൂഹത്തിൽ എന്താ പറയാ ജസ്റ്റിസോട് കൂടെ അല്ലെങ്കിൽ സമാധാനപരമായിട്ട് ജീവിക്കാനും ഈ മെൻസ് കമ്മീഷൻ വരുന്നത് എന്തുകൊണ്ടും അനുകൂലമായിരിക്കുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തോന്നുന്നുണ്ട്. വേണം, പക്ഷെ ഓവർ ആവരുത്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ തന്നെ ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പം ആണുങ്ങളൊക്കെ ഭയങ്കര മാന്യന്മാരാണെന്നുള്ള ഒരു രീതിക്കാണല്ലോ. അപ്പം എന്തായാലും ഓവറായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. അത്രയും കാലം ഈ സ്ത്രീകൾ അനുഭവിച്ച കാര്യത്തിനൊന്നും ഒരു ഇതില്ലല്ലോ. അപ്പൊ ഇപ്പൊ ഒരു പുരുഷന്റെ ഒരു സംഭവം വന്നപ്പോക്ക് ഓരെന്താക്കി എല്ലാവരും മാന്യന്മാരായി. ബാക്കിയുള്ളവർക്ക് തെറ്റാണെന്നുള്ളതാണ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഒരു മെൻസ് കമ്മീഷൻ വേണ്ട എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇതേപോലെ ഇപ്പൊ പറഞ്ഞ ഈ ഒരു ഇൻസിഡന്റ് പോലുള്ള ഇൻസിഡൻസ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ അൾട്ടിമേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു നിയമ സംവിധാനം ഉണ്ട്. ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിലൂടെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ പുരുഷ കമ്മീഷൻ നമ്മളിപ്പോൾ ഒരു പ്രശ്നത്തിൽ എന്തൊക്കെ സപ്പോർട്ട് കാര്യങ്ങൾ എന്തൊക്കെ വന്നാലും ഇവിടെ ഫൈനലൈസ് ചെയ്യാൻ അറിയുന്ന തെളിവുകളും അതേപോലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സഡൻ ആയിട്ടൊരു പുരുഷ കമ്മീഷൻ വേണമെന്നുള്ളതിന് പേഴ്സണലി എനിക്ക് ആഗ്രഹമല്ല, ഞാൻ യോജിക്കുന്ന ഒരു കാര്യമല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ വുമൻസ് കമ്മീഷൻ ഉള്ള പോലെ തന്നെ ജെൻസ് കമ്മീഷൻ വേണമല്ലോ. ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആണുങ്ങളുടെ സൈഡിൽ നിന്ന് സംസാരിക്കാൻ എന്തെങ്കിലും ഒരു ഇത് വേണം. അതാണ് എൻ്റെ ഒരു ഇത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വുമൻസിന് കമ്മീഷനുള്ള സ്ഥിതിക്ക് മെന്നിനും കമ്മീഷൻ വേണമെന്നാണ്. അതിപ്പോ എന്തായാലും സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ മെന്നെതിരെ വരികയാണ്. അപ്പൊ അവരെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ വരികയാണ്. അപ്പം അവർക്കൊരു കമ്മീഷൻ ഉണ്ട്, അതൊക്കെ നോട്ടീസ് ചെയ്യാൻ ഒരു ഇതുള്ള പോലാണല്ലോ. അപ്പൊ എന്തായാലും വേണം തന്നെയാണ്. മെൻസ് കമ്മീഷൻ ആവശ്യമാണ്. കാരണം ഇന്ത്യ ഈസ് നമ്മൾ ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അപ്പം നമുക്ക് പെൺപിള്ളേർക്ക്, അതായത് വുമൻസ് കമ്മീഷൻ ഉള്ളതുപോലെ തന്നെ മെൻസ് കമ്മീഷൻ ആവശ്യമാണ്. നമുക്കിപ്പോൾ അറിയാം, ഇന്നത്തെ പുതുതായിട്ടുള്ള ഒരു വീഡിയോ ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ട്. കാരണം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വുമൻ കമ്മീഷൻ ഉള്ളതുപോലെ മെന്നിന്റെ സംരക്ഷണത്തിന് അവർക്കും ഒരു കമ്മീഷന്റെ ആവശ്യം അത്യാവശ്യമാണ്. കാരണം അവരും മനുഷ്യരാണ്, നമ്മളെപ്പോലെ അവരും മനുഷ്യരാണ്. അവർക്കും വേണം അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനും, അവർക്കും വേണം പബ്ലിക് സ്ഥലത്തോട്ട് പോകാനും, അവർക്കും യാത്ര ചെയ്യണം, അവർക്കും ജോലി ചെയ്യണം, അവർക്കും അവരുടെ ജീവിത അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അതിനൊരിക്കലും വുമൻസ് കമ്മീഷൻ അല്ലെങ്കിൽ വുമൻസിന്റെ റൈറ്റ്സിനെ വുമൻ അബ്യൂസ് ചെയ്തു അല്ലെങ്കിൽ അവർ കറപ്റ്റ് ചെയ്തുകൊണ്ട് മെൻ ഒരിക്കലും അവിടെ താഴ്ത്തിക്കെട്ടാൻ പാടില്ല. സോ ബോത്ത് ഹാവ് എ ഈക്വൽ റൈറ്റ്സ്. സോ ഇറ്റ് ഷുഡ് ഹാവ് എ മെൻസ് കമ്മീഷൻ. താങ്ക് യു. അപ്പം നമുക്കൊരു വുമൻസ് കമ്മീഷൻ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് നമുക്ക് വുമൻസിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് നമുക്ക് എതിരെ പ്രതികരിക്കാൻ, നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ മെന്നിനെതിരെ നടക്കുന്നുണ്ട്. അപ്പം നമ്മളത് കാണുന്നതാണ്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മെൻസ് കമ്മീഷൻ വേണം. അത് നമുക്കുള്ളതുപോലെ തന്നെ അവർക്കും അവരുടേതായിട്ടുള്ള റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. സോ ഇക്വാലിറ്റി എന്ന് പറയുന്നത് രണ്ടുപേർക്കും ഉള്ളതാണ്. അപ്പം അവർക്ക് അവരുടെ റൈറ്റ്സ് സംരക്ഷിക്കാനും അവർക്ക് എന്തെങ്കിലും വന്നാലും അവർക്കും കൂടെ ആൾക്കാരുണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ ഒരു മെൻസ് കമ്മീഷൻ കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. എൻ്റെ അഭിപ്രായത്തിൽ മെൻസ് കമ്മീഷൻ വേണം. എന്താ വെച്ചാൽ ഇപ്പൊ വുമൻസ് എന്ത് ഉണ്ടായാലും വേഗം വെറുതെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കുക, മെൻസിനെ വെറുതെ കുറ്റപ്പെടുത്തുക. ഈ അടുത്ത സൂയിസൈഡ് ചെയ്തു കാര്യം ചിന്തിക്കില്ലാതെ നമ്മുടെ മെൻസ് കമ്മീഷൻ ഉണ്ടെങ്കിൽ മെൻസിന്റെ കാര്യം പ്രൊട്ടക്ട് ചെയ്യാൻ, മെൻസിന് എന്താ ആവശ്യം ഉണ്ടെങ്കിൽ പറയാനുള്ള മെൻസ് കമ്മീഷൻ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ആവശ്യമുള്ള കാര്യമാണ് മെൻസ് കമ്മീഷൻ. തീർച്ചയായിട്ടും ഒരു മെൻ കമ്മീഷൻ വേണം.
കാരണം എന്താ വെച്ചാൽ ഈ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അതേ പ്രശ്നങ്ങൾ തന്നെ പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട്. അപ്പം മെൻ കമ്മീഷനും കൂടെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് മെൻ കമ്മീഷൻ വരണം എന്ന് ഞാൻ പറയുന്നത്. അത് സംഭവം ശരിയാണ്. കാരണം ഇവരെ വോയിസ് ഭയങ്കരമായിട്ട് ആരും സ്പോക്കൺ അല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട്. അവരുടെ പല 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 പ്രശ്നങ്ങളും ആൾക്കാർ ഏറ്റെടുക്കാത്ത പോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഒരു എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് തന്നെ എന്താ പറയാ, മെയിൻ സ്ട്രീം ആയിട്ട് എപ്പോഴും സ്ത്രീകളെ കൺസിഡർ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരിക്കലും ഇങ്ങനെ ഒരു കമ്മീഷൻ വരികയാണെങ്കിൽ അത് സ്ത്രീകളെ കോർണർ ചെയ്ത് സംസാരിക്കുന്ന രീതിയിലാവരുത്. ഇവരുടെ വോയിസ് പുറത്തോട്ട് എത്തിക്കുക എന്നുള്ള രീതിക്ക് ഇവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു കമ്മീഷൻ വരുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം അവരുടെ കുറെ പ്രശ്നങ്ങൾ സംസാരിക്കപ്പെടും. അപ്പം ഐ തിങ്ക് നല്ലതായിരിക്കും വരുന്നുണ്ടെങ്കിൽ. പിന്നെ ഒന്നിനെയും സപ്രസ് ചെയ്യാത്ത രീതിയിലാവുമ്പം എല്ലാം നല്ലതാണ്. അതിനിപ്പം വുമൻസ് കമ്മീഷൻ ആണെങ്കിലും മെൻസ് കമ്മീഷൻ ആണെങ്കിലും ഒന്നിനെയും കോർണർ ചെയ്ത് സംസാരിക്കാത്ത രീതിയിൽ വരുമ്പം ഓക്കെയാണ്. ഒരു മെൻസ് കമ്മീഷന്റെ ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഓൾറെഡി നമ്മൾ ഒരു പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് വുമൻസ് കമ്മീഷൻ കൊണ്ടുവന്നത്. പിന്നെ വീണ്ടും അവിടെ ഒരു മെൻസ് കമ്മീഷൻ കൊണ്ടുവരുമ്പോൾ നമ്മൾ ചെയ്തതിനുള്ളത് ഇല്ലാതാക്കുകയാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പുതിയൊരു മെൻസ് കമ്മീഷന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ മെൻസ് കമ്മീഷന്റെ ഒരു ആവശ്യം ഇവിടെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ കുറ്റം ചെയ്യുന്ന ആരായാലും ശിക്ഷിക്കപ്പെടണം. അതില് സ്ത്രീ പുരുഷൻ എന്നില്ലാണ്ട് തന്നെ എന്ത് ചെയ്യണം, ശിക്ഷ നടപ്പാക്കണം. അതിന് മെൻസ് കമ്മീഷൻ വേണം. ഇഫ് നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഇപ്പൊ ഭയങ്കര പ്രയോറിറ്റി ഗേൾസിനാണ് കൊടുക്കുന്നത്, വുമൻസിനാണ് പ്രയോറിറ്റി അധികമായിട്ട് കൊടുക്കുന്നത്. അതിന്റെ ഒരു ആവശ്യകത ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. ബിക്കോസ് തെറ്റ് ആര് ചെയ്താലും അതിന് കൊടുക്കേണ്ട ശിക്ഷ ഈക്വൽ ആണ്. ഇപ്പം തെറ്റ് ചെയ്തത് വുമൺ ആണെങ്കിൽ അവർക്ക് ചെറിയ ഇതും, അതേ സ്ഥാനത്ത് അതേ തെറ്റ് മെന്നാണ് ചെയ്തിനെങ്കിൽ അവർക്ക് വലിയ ശിക്ഷയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ഇപ്പം മെൻസിന്റെ ഇടയ്ക്ക് കുറെ ആത്മഹത്യ, സൂസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നമ്മളിപ്പം കേൾക്കുന്നുണ്ട്. അതിന്റെ തന്നെ പ്രധാന കാരണം അവർക്ക് ചെല്ലാനൊരു ഇടം ഇല്ലാത്തതാണ്. അവരെ പ്രശ്നങ്ങൾ പറയാൻ അവർക്കൊരു സ്പേസ് ഇല്ലാത്ത പോലെ തോന്നുവാന്ന്. അതുകൊണ്ടായിരിക്കും മേ ബി ഇങ്ങനത്തെ സൂസൈഡ് അറ്റംപ്റ്റ് കൂടുന്നത്. അപ്പം ഇപ്പം നമ്മുടെ കോളേജിലായാൽ പോലും ഇതുണ്ട്, സൈക്കോളജി ഡിപ്പാർട്ട്മെന്റില് കൗൺസിലിംഗ് സെല്ലൊക്കെ ഉണ്ട്. അവിടെ പോകുന്നതായാലും ഗേൾസ് ആണ് കൂടുതലായിട്ട് പോകുന്നത്. അതേ സ്ഥാനത്ത് ഈ ആ സെല്ല് എല്ലാവർക്കും കൂടിയാന്നില്ല ഒരു ബോധം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് പറയാനില്ല ആ ഒരു ഫ്രീഡം, ആ ഒരു സ്പേസും എല്ലാവർക്കും കൊടുക്കണം. അപ്പം മെൻസ് കമ്മീഷൻ എന്തായാലും വേണമെന്നാണ് എന്റെ പേഴ്സണൽ. എന്റെ അഭിപ്രായത്തിൽ മെൻസ് കമ്മീഷൻ വേണം തന്നെയാണ്. കാരണം ഇപ്പം ഒരു മെയിൽ കാരണം ഫീമെയിൽ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു പ്രശ്നമാക്കി എടുക്കുകയും, അതേപോലെ തന്നെ ഒരു ഫീമെയിൽ കാരണം മെയിൽ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതിന് ഇപ്പം ഫീമെയിലിൽ ആ ഭാഗത്തുണ്ടായ അത്ര തന്നെ കേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാത്തതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം വുമൺ അവര് കിട്ടുന്ന റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഒത്തിരി മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മെൻസ് കമ്മീഷൻ വേണം തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങളാണ് നമ്മളിപ്പോ കേട്ടത്. കൂടാതെ ഇതിനുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.